വെൽക്കം ബാക്ക്. ഇന്നെന്താണോ ഇന്ന് അറിയാലോ അല്ലേ? ഇത്ര ഓണം അത്തം ഇന്നലെ പൂവിടുന്നതിന്റെ ഒരു വീഡിയോ എടുക്കാൻ നോക്കണ്ടാണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇട്ടതാണ്. പക്ഷെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ പാകത്തിനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് എല്ലാ വർഷവും ഞാൻ ഇടുന്നതാണ്. ഇപ്രാവശ്യം ഞാൻ ഇടുന്നില്ല എന്നോർത്ത് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തറയൊന്നും ഉണ്ടാക്കിയില്ല പെട്ടെന്ന്. പക്ഷെ എനിക്ക് അത്തമായപ്പോ ഉണ്ടല്ലോ പെട്ടെന്ന് ഇടാനൊരു ഇതങ്ങ് തോന്നി. അതാണ് ഇടാതെ ഒരു ബുദ്ധിമുട്ട്. എന്നാന്നറിയും പൂച്ചേ എന്താന്നോ, ഇതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇതൊക്കെ എന്താ ഒരു ആചാരം, അതൊരു അനുഷ്ഠാനം ഒക്കെ ആണ്. നമ്മുടെ പിള്ളേരൊക്കെ കാണണ്ട ഇത്. അതുകൊണ്ടാണ് ഞാൻ പൂ പറിക്കാനും ഇന്നിപ്പോ എത്ര രണ്ടാം അല്ലെ രണ്ടു വട്ടത്തിന്റെ ആവശ്യമുള്ളൂ. പോ 2 വട്ടം. ആദ്യത്തെ ദിവസം അത്തത്തിന്റെ അന്ന് ഒന്ന്, പിന്നെ രണ്ടാമത്തെ അങ്ങനെ ഓരോ ദിവസവും. പക്ഷെ ഞാൻ ഇന്ന് 3 വട്ടം ഇടാൻ പോവാ. അപ്പൊ ഞാൻ പൂ പറിക്കാൻ പോവാണേ. പൂ പറിക്കാൻ പോകുന്ന ഒന്നും ഇതാക്കാം. ഈ തുമ്പയുണ്ടോ നോക്കട്ടെ. തുമ്പയല്ലേ അത്യാവശ്യമായിട്ട്. പക്ഷെ തുമ്പ ഇപ്പൊ ഇല്ലല്ലോ. 2 ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്. അത് നോക്കട്ടെ. ഇതുണ്ടോ, ഇത് ഞാൻ തുമ്പ നട്ടതാണ്. ഇവിടെ എങ്ങും ഇല്ല തുമ്പ ഇപ്പം. അതുകൊണ്ട് ഞാനിങ്ങനെ അത്യാവശ്യം അത് ഒരു ശകലം തുമ്പ വേണ്ട ഒരു സാധനമാണല്ലോ. പൂവിടുന്നതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താ? തുമ്പയാണ് കേട്ടോ. ഒരു തുമ്പ ഇതേ ഉള്ളൂ. അതാണ് അത് ഞാൻ നട്ടുപിടിപ്പിച്ചോ. ഇതുണ്ടോ, ഇത്രേ ഉള്ളൂ. ഇനിയുണ്ട്. ഇതുണ്ടോ, തുമ്പ ഇത്രേ ഉള്ളൂ. തുമ്പയ്ക്ക് പകരം ഞാൻ ഇത് ഇടും. ഇത് ആ തുമ്പയുടെ ഒപ്പേ വെള്ള കളറിലെ നന്ദ്യാർവട്ടത്തിന്റെ ബഡാണ് അല്ലേ? പണ്ടത്തെ ആ നന്ദ്യാർവട്ടം ഇല്ലേ, അതാണ്. മഴ വരുന്നുണ്ട്. അതിനു മുമ്പ് എനിക്ക് പൂവിടുന്ന ഒന്ന് കഴിയാന്നോർത്തോണ്ടാണ്. ആ സമയക്കുറവുകൊണ്ട് എടുക്കുന്നില്ല എന്നോർത്തതാ. പക്ഷെ ഇടുന്നില്ല എന്നോർത്തതാ. പക്ഷെ ഞാൻ ആ സമയമായപ്പോൾ ഇതുണ്ടോ, പിന്നെ എന്താന്നോ, തുളസി. അതാണ് അത് ഒരു വട്ടത്തിന് ഈ തുളസി ഇടുന്നത്. ആദ്യം തുമ്പ ഇടുവേ ഞാൻ. ഞങ്ങൾ അങ്ങനെ ഇടുന്നത്. ആദ്യം തുമ്പ ഇടും, അത് കഴിഞ്ഞ് തുളസി. അത് പിന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ തുളസി. ഇന്ന് 2 വട്ടത്തിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ 3 ഇടുവേ. ഇതാട്ടോ വെള്ളയാണ് ആദ്യം ഇടുന്നത് ഞാൻ. ഇത് വലിയ ഭംഗി ഡിസൈനിലൊന്നും അല്ല കേട്ടോ. ഇതല്ലാതെ പൂവിടുന്ന മാത്രമോ. അല്ലാതെ ഡിസൈനിൽ മത്സരമല്ലല്ലോ. മത്സരത്തിനാണെങ്കിൽ ഇങ്ങനെ ഡിസൈനൊക്കെ വേണം. ഇതങ്ങനെയല്ല. ഇത് ഞാൻ വെറുതെ ഇടുന്നത് ചുമ്മാ. ഈ ഓണത്തിന് ആദ്യം വേണ്ടത് എന്താ? പൂക്കളമല്ലേ മുറ്റത്ത്. അതാട്ടോ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഒത്തിരി ഭംഗിയൊന്നും ആയിരിക്കല. അപ്പോ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താന്നോ, പിന്നെ ഞാന് ഇത് മത്സരം അല്ലാത്തതുകൊണ്ട് നിലം കാണരുത്. പിന്നെ ഒരു അത്യാവശ്യം എന്താണ്,
ഇത് ചാണകമാണ് വേണ്ടത്. പക്ഷെ എനിക്ക് ചാണകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മണ്ണ് ഉണ്ടാക്കണേ. ചാണകം ഇന്ന് എവിടുന്നേലും എടുത്തോണ്ട് വരും. ചാണകം ഇല്ലാത്തോണ്ടാ ഇങ്ങനെ ഇത്, അല്ലെ ഈ ചാണകം ഉണ്ടോ ഇങ്ങനെ ഇല്ലേ, ഇങ്ങനെ പറ്റിയിരിക്കും ഇത്. പക്ഷെ ഉണ്ടല്ലോ കുറെ നേരം ഇരിക്കണല്ലേ. കുഞ്ഞി അവസാനത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ബുദ്ധിമുട്ടാ. പിള്ളേരൊക്കെ ഉള്ളപ്പോഴേ ഇതൊക്കെ പറിച്ചോണ്ടൊക്കെ തരൂല്ലേ. ചുമ്മാ ഇപ്പൊ പിള്ളേരും വലിയവരും എല്ലാം ഞാൻ തന്നെ. എന്താ ഇപ്രാവശ്യം ഞാൻ പൂ ഇടുന്നില്ലെന്ന് ഓർത്തോണ്ടിരുന്ന എന്നാന്നറിയാം, പൂ കുറവാട്ടോ. പൂ എല്ലാം ചെടിയെല്ലാം വെട്ടിക്കളഞ്ഞു. അതാ പൂവില്ല. പൂ മേടിച്ചുള്ള രീതിയിലൊന്നും ഇല്ല എനിക്ക് കേട്ടോ. നമ്മൾ സാധാരണ നാട്ടിൻപുറം അല്ലേ, നാട്ടിൻപുറത്ത് എങ്ങനെയാ അങ്ങനെ മേടിച്ച് മത്സരമൊന്നും അല്ലല്ലോ. മത്സരത്തിനൊക്കെ അതൊക്കെ ആകാം. അപ്പഴേ ഞാൻ ഇന്നലെ പൂവിട്ടു കേട്ടോ, അത്തമല്ലേ. അപ്പൊ അത്തത്തിന് അപ്പഴീ ചെളിയാണ് ഇവിടെ എല്ലാം മണ്ണുണ്ട്. മഴ പെയ്തേ. അപ്പൊ അത്തത്തിന്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ ഞാൻ ആ വീഡിയോയും കൂടി ഇടുവേ. അത് വലിയ കാര്യമായിട്ടില്ല, ഞാൻ തന്നെ ഉള്ളായിരുന്നു ഇന്നലെ. വീഡിയോ എടുക്കുന്ന ആൾ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാരും ഉണ്ടല്ലോ, ഞാനിത് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കൊരു ചാനലുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടതാണേ. ഇന്ന് ഞാനും എന്റെ പൂക്കളും ഇങ്ങനെ കേട്ടോ. ഇതൊക്കെയാണ് എന്റെ ഒരു സന്തോഷം. അപ്പൊ എന്താന്നോ, നിങ്ങൾ കണ്ടല്ലോ അല്ലെ എന്റെ പൂക്കളം. എന്താന്ന് പറഞ്ഞാൽ ഇത് എന്റെ ഒരു സന്തോഷം. എന്റെ സന്തോഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകും. എന്റെ സന്തോഷവും ദുഃഖവും എല്ലാം നിങ്ങളെയും കൂടെ എനിക്കൊന്ന് കാണിക്കണ്ടേ, അതുകൊണ്ടാട്ടോ. അപ്പൊ ഇതെന്റെ ഒരു സന്തോഷം. ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ, കണ്ടോ, ബൈ. കേക്കത്തില്ല.